ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 20. യത്രോപരമദേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി. ശ്ലോകം 21. സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ. ശ്ലോകം 22. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേ നാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യതേ. ശ്ലോകം 23. തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗ സംജ്ഞിതം സ നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണ ചേതസാ. ഇവിടെ ഈ 4 ശ്ലോകങ്ങൾ ഒന്നിച്ച് അർത്ഥം ചിന്തിക്കേണ്ടതായതുകൊണ്ടാണ് ഒന്നിച്ച് ചൊല്ലിയത്. യോഗസേവ കൊണ്ട് നിരുദ്ധമായ ചിത്തം എപ്പോഴാണോ പൂർണ്ണമായും ഉപരമിക്കുന്നത്, തന്നാൽ തന്നെ ദർശിച്ച് ആനന്ദിക്കുന്നത് എപ്പോഴാണോ, യാതൊരു സുഖമാണോ ഇന്ദ്രിയാതീതവും ബുദ്ധിഗ്രാഹ്യവും ആത്യന്തികവുമായത് അതിനെ അറിയുന്നത് എപ്പോഴാണോ ആത്മസ്ഥിതനായ യോഗി തത്വത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുന്നത്. യാതൊന്നിനെ ലഭിച്ചാൽ പിന്നെ മറ്റൊരു ലാഭത്തെയും അതിനേക്കാൾ അധികമായി കരുതുന്നില്ലയോ. യാതൊന്നിൽ സ്ഥിതനായാൽ പിന്നെ വർദ്ധിതമായ ദുഃഖത്താൽ പോലും ഇളക്കം സംഭവിക്കാതിരിക്കുന്നുവോ. ആ ദുഃഖ സംയോഗ വിയോഗത്തെ യോഗമെന്ന് പേരുള്ളതായി നീ അറിയൂ. ആ യോഗം നിശ്ചയമായും അവിരത ചിത്തത്തോടെ അനുഷ്ഠിക്കപ്പെടേണ്ടതാകുന്നു. ഇവിടെ വേദസാരമാണ് ഭഗവത്ഗീത എന്ന് നമ്മൾ ചിന്തിച്ചു. അതിൽ ബ്രഹ്മവിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പോലെ തന്നെ അത് ഒരു അനുഷ്ഠാന ശാസ്ത്രവുമാണ്, അതായത് യോഗശാസ്ത്രവുമാണ്. ലക്ഷ്യത്തെക്കുറിച്ചും മാർഗത്തെക്കുറിച്ചും സമഗ്രമായി ചിന്തിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഭഗവത്ഗീത. പാരമാർത്ഥിക തലത്തെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ അവിടെ എത്താനുള്ള വഴിയെക്കുറിച്ച് ഗീതാശാസ്ത്രം വർണ്ണിക്കുന്നുണ്ട്. ഈ 2 തരത്തിലുള്ള ഉപദേശങ്ങളും ഗീതാശാസ്ത്രത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാൻ സാധിക്കും. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് പരമമായ ലക്ഷ്യപ്രാപ്തി എന്ന് പറയുമ്പോൾ ആത്യന്തിക ദുഃഖ നിവൃത്തി സ്വരൂപമാകുന്ന മോക്ഷം. ആ മോക്ഷതലത്തിൽ ആ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ പ്രയത്നം ആവശ്യമാണ്. ഇവിടെ പ്രയത്നം എന്ന് പറയുന്നത് അനുഷ്ഠാനങ്ങളാണ്, സാധനാനുഷ്ഠാനങ്ങളാണ്. ഗീതയിൽ 3 സ്ഥലങ്ങളിലാണ് ഈ അനുഷ്ഠാനങ്ങളെ അഥവാ യോഗത്തെ അഥവാ യോഗ ശബ്ദത്തെ നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 2 2-ാം അധ്യായത്തിലാണ്. സിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യതേ എന്ന് ഭഗവത്ഗീത 2:48. സിദ്ധികളിൽ സമഭാവത്തോടൊത്തവൻ്റെ യാതൊരു സമത്വഭാവമുണ്ടോ അതാണ് യോഗം എന്ന്.
പിന്നെ മറ്റൊന്ന് യോഗ കർമ്മസു കൗശലം, 2-ാം അധ്യായത്തിൽ തന്നെ 50-ാമത്തെ ശ്ലോകത്തിൽ കർമ്മങ്ങളിലുള്ള കുശലഭാവമാണ് യോഗം. ഇവ രണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യോഗം എന്ന പദത്തിൻ്റെ ശരിയായ വ്യാപ്തിയെ, അതിൻ്റെ ആഴത്തോടുകൂടി എടുത്തു കാണിക്കുന്ന നിർവചനമാണ് ഇപ്പോൾ ഈ ശ്ലോകങ്ങളിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. യത്രോപരമതേ ചിത്തം എന്ന് തുടങ്ങിയിട്ടുള്ളത് യോഗസംഹിതം എന്നതിൽ അവസാനിക്കുന്നത്. 3.5 ശ്ലോകങ്ങളിലായിട്ടാണ് ഈ യോഗ ശബ്ദം നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ എത്ര ഉപരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ, എത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി, സുഖമാത്യന്തികം യത്തദ് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം, വേത്തി എത്ര എത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ, യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേ നാധികം തതഃ, യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാഭി വിചാല്യതേ. ഇങ്ങനെ ത്വം വിദ്യ ദുഃഖ സംയോഗ വിയോഗം യോഗ സംഹിത. അപ്പൊ ഇതിനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എവിടെയാണോ, ഏതവസ്ഥയിലാണോ, യാതൊരു യോഗ സേവ കൊണ്ടാണോ നിരുദ്ധമാക്കപ്പെട്ട ചിത്തം ഉപരമിക്കുന്നത്, ഇതാണ് ആദ്യം പറയുന്നത്. അപ്പൊ ഇവിടെ ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന അന്ധക്കരണം 4 വരും. അതിനെ 4നെയും മൊത്തത്തില് എപ്പോഴാണോ മറ്റ് പല വിഷയങ്ങളിൽ നിന്ന് ഉപരമിക്കുന്നത്, അതിനെയാണ് ഇവിടെ എത്ര യോഗസേവയാ നിരുദ്ധം ചിത്തം എന്ന് വിശേഷിപ്പിച്ചത്. അതായത് ഓരോ വ്യക്തിയുടെയും സ്വഭാവ വിശേഷ ഗുണഘടനയ്ക്കനുസൃതമായ ഉപാസനാ പദ്ധതികളെ സ്വീകരിച്ച് അനുഷ്ഠിച്ച് യാതൊരാള് ഈ ചിത്ത സംയമനത്തെ നേടുന്നതിലൂടെ ഏകാഗ്രതയെ പ്രാപിച്ചതിന് ശേഷം ചിത്തത്തിൻ്റെ സമ്പൂർണ്ണ വൃത്തികളെയും നിരോധിച്ചിരിക്കുന്ന സ്ഥിതിയെയാണ് നിരുദ്ധസ്ഥിതി എന്ന് വിശേഷിപ്പിച്ചത്. അതിനെന്ത് വേണം? ഈ ചിത്ത സംയമനമാണ് എനിക്ക് ജീവിതത്തിൽ വേണ്ടത്, മനസ്സിൻ്റെ അടക്കമാണ്, ബുദ്ധിയുടെ ഏകാഗ്രതയാണ് എനിക്ക് ജീവിതത്തിൽ നേടാനുള്ളത് എന്നുള്ള തൽപരതയോടുകൂടി അതിനായിക്കൊണ്ട് പ്രയത്നിക്കുന്ന ഇന്ദ്രിയ സംയമനത്തോടെയും കൂടി അനുഷ്ഠിക്കുന്നതിലൂടെ മാത്രമേ ഈ നിരുദ്ധ സ്ഥിതി കൈവരിക്കാൻ സാധിക്കൂ. ഈ നിരുദ്ധ സ്ഥിതി കൈവന്നാലോ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും എല്ലാം നമ്മളുടെ അധീനതയിൽ വരും. ചെവിയും കണ്ണും നാക്കും മൂക്കും ത്വക്കും വാക്കും പാണിയും പാദവും പായും ഉപസ്ഥവും എല്ലാം അതത് വൃത്തികളിലേക്ക് നിയന്ത്രിതങ്ങളായിക്കൊള്ളും. അത് കയറൂരി വിടപ്പെടില്ല. പക്ഷെ അതിന് ഈ നിത്യനിരന്തരമായ ഉപാസനകളെ അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഇന്ദ്രിയങ്ങളുടെ ബാഹ്യമായ പോക്കിനെ തീർത്തും നിലച്ച് തന്നിൽ തന്നെ സ്വരൂപപ്രതിഷ്ഠ കൈവരിക്കുന്നതോടുകൂടി ഉപരമതേ എന്ന് പറയുകയാണ്. അതിനെയാണ് ഉപരമതേ എന്ന് പറയുന്നത്, ഉപരമിച്ച സ്ഥിതി. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെയും അന്ധകരണങ്ങളുടെയും സമ്പൂർണമായ നിഗ്രഹത്തിലുള്ള തൻ്റെ സ്വരൂപസ്ഥിതിയെയാണ് ഉപരമ ശബ്ദം സൂചിപ്പിക്കുന്നത്. ചിത്തം വൃത്തിരൂപം എന്ന് പറയുമ്പോൾ മനസ്സ് മറ്റു വിഷയങ്ങളുടെ ആകാരത്തിൽ ആ വിഷയചിന്തനത്തോടുകൂടി
അതിൻ്റെ ആകാരതയെ പ്രാപിക്കുന്നതിൽ നിന്ന് തടയപ്പെട്ട സ്ഥിതി. ഇപ്പോൾ ഒരു ആന എന്ന് പറയുന്ന സമയത്ത് ആനയുടെ രൂപം മനസ്സ് പ്രാപിച്ചു, പിന്നെ ആനയെക്കുറിച്ചുള്ള ചിന്തയായി. അങ്ങനെ ആകാരത്തിൽ നിന്ന്, ആ വ്യാപാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞ സ്ഥിതി, തടയപ്പെട്ട സ്ഥിതി. അങ്ങനെ യോഗാനുഷ്ഠാനത്താൽ ചിത്തം നിരുദ്ധമായി നിൽക്കുന്ന സ്ഥിതി. അപ്പം എന്താവും? ഇപ്പോൾ വിഷയങ്ങളുടെ ആകാരതയെ മനസ്സ് പ്രാപിക്കുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഇരിക്കുക? ഏതവസ്ഥയിലായിരുന്നുവോ താൻ, ആ അവസ്ഥയിൽ തന്നെ ഇരിക്കുന്നു, അതിൽ തന്നെ സന്തോഷിക്കുന്നു. പുറമേക്ക് വ്യാപരിക്കാതെ തൻ്റെ മനസ്സിനെ തന്നിൽ തന്നെ നിർത്തി, തൻ്റെ ബുദ്ധിയെ തന്നിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൽ തന്നെ സന്തോഷിക്കുന്നത്, തന്നിൽ തന്നെ സന്തോഷിക്കുന്നത്. അതായത് ആത്മദർശനത്തിന് മറ്റൊരു കാരണത്തിൻ്റെയും ആവശ്യമില്ല. അവനവനെ മനസ്സിലാക്കിയാൽ മതി, അവനവനിൽ തന്നെ ഇരുന്നാൽ മതി. അതിനെ മറ്റു പലതിലേക്കും നമ്മൾ വ്യാപരിക്കുന്നതാണ് നമ്മുടെ ഇളക്കത്തിന് കാരണം, നമ്മുടെ ചഞ്ചലതയ്ക്ക് കാരണം. അതുകൊണ്ട് പറയാണ്, യാതൊരു വിഷയങ്ങളുടെ അപേക്ഷയുമില്ലാതെ തന്നിൽ തന്നെ ആരാണോ സന്തോഷിക്കുന്നത്, ആ ഏകാന്തതയിൽ, ഏകാഗ്രതയിൽ സന്തോഷിച്ചിരിക്കുന്നത്, സന്തോഷമായിട്ടിരിക്കുന്നത്, ആരുടെയും സഹായമില്ലാതെ ആത്മാരാമനായി കഴിയുന്നത്, ആത്മന്യേവ ആത്മനാതുഷ്ട, തന്നിൽ തന്നെ സന്തോഷിക്കുന്നവൻ മറ്റേതിൽ സന്തോഷിച്ചാലും അതിൻ്റെ വിയോഗത്തിൽ നമുക്ക് ദുഃഖം ഉണ്ടാവും. വന്നു ചേർന്നതൊക്കെ തിരിച്ചു പോവുക തന്നെ ചെയ്യും. അതിൽ സന്തോഷിച്ചാൽ അവ തിരിച്ചു പോകുമ്പോൾ, അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവും. അതുകൊണ്ട് ബാഹ്യ വിഷയങ്ങളിൽ നിന്നുണ്ടാക്കുന്ന സന്തോഷം മുഴുവൻ ദുഃഖപൂരിതമാണ്. എന്നാലും സുഖം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ വിഷയങ്ങളുടെ സുഖത്തെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു വിഷയം നമുക്ക് അനുകൂലമായി തീരും, അത് ഏത് വിഷയവും ആയിക്കോട്ടെ, അതൊക്കെ അതിൽ നിന്നുള്ള സങ്കല്പം വരും. ഒരിക്കലും തൃപ്തി വരില്ല, വീണ്ടും വീണ്ടും അത് തേടാനുള്ള, നേടാനുള്ള ആഗ്രഹം ജനിക്കും. അത് ദുഃഖപൂരിതമാണ്. അതുകൊണ്ട് ഇവിടെ വിശേഷിപ്പിക്കുകയാണ് അതീന്ദ്രിയമായ സുഖം, സന്തോഷം എന്ന്. ഇന്ദ്രിയ വ്യാപാരമില്ലാത്ത ആനന്ദം, അതീന്ദ്രിയ സുഖം, ഇന്ദ്രിയ സുഖമല്ല. ഇന്ദ്രിയങ്ങളുടെ സുഖം നശ്വരങ്ങളാണ്. അതീന്ദ്രിയമായ സുഖം നേടൂ. ആത്യന്തികം, ബുദ്ധിഗ്രാഹ്യം, അതീന്ദ്രിയം എന്നൊക്കെയുള്ള ശബ്ദങ്ങളെ ഇവിടെ പ്രയോഗിച്ചിരിക്കുകയാണ് ആ സുഖത്തിന്. അപ്പം ഇന്ദ്രിയ വിഷയ സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്ന സുഖങ്ങളെല്ലാം സമയത്തേക്കേ ഉള്ളൂ. ആ അല്പസമയം കഴിഞ്ഞാൽ പിന്നെ ദുഃഖമായി, ക്ലേശമായി. പ്രയത്നം അനേകമുണ്ട്, അത് സമ്പാദിക്കാൻ ഒരുപാട് പ്രയത്നമുണ്ട്. നേടുന്നത് വരെ ടെൻഷനും വ്യാപലാതിയുമാണ്. നേടിക്കഴിഞ്ഞാൽ അല്പസമയം, അത് കഴിഞ്ഞാലോ വീണ്ടും ദുഃഖമായി. ഇങ്ങനെ ഉണ്ടായി നശിക്കുന്ന സർവവും ദേശത്തിനും കാലത്തിനും അനേക ഘടകങ്ങളുടെ അപേക്ഷയിലുള്ളവയുമാണ്. എല്ലാ ദേശത്തും എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളും സുഖമല്ല. അനുകൂലമായ ദേശമാവണം, അനുകൂലമായ കാലമാവണം. എല്ലാവർക്കും എപ്പോഴും ഇന്ദ്രിയ വിഷയം സുഖവും അല്ല. അതുകൊണ്ട് അതീന്ദ്രിയമായ സുഖം എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് ആത്യന്തികമായ സുഖമാണ്. അതിനേക്കാൾ കവിഞ്ഞ് മറ്റൊന്നും നേടാനില്ല. അത് മനുഷ്യന് നേടാൻ കഴിയുന്നതാണ്. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത, ഈ അതീന്ദ്രിയ സുഖം നേടൽ. അത് ധ്യാനത്തിലൂടെയാണ്, അത് യോഗത്തിലൂടെയാണ്. അനശ്വരവും ദേശത്തിനും കാലത്തിൻ്റെയും അപേക്ഷയില്ലാത്തതുമായ ആനന്ദമാണത്. അപ്പോൾ അങ്ങനെയുള്ള അതീന്ദ്രിയ സുഖം എന്നതിനാൽ ആനന്ദമാകണ് ലക്ഷീകരിക്കപ്പെടുന്നത്. അതെങ്ങനെയാണ്? അത് ആത്യന്തികമാണ്, അതീന്ദ്രിയമാണ്, ബുദ്ധിഗ്രാഹ്യമാണ്. അതിനെയാണ്, അങ്ങനെയുള്ള ആ യാതൊരവസ്ഥയുണ്ടോ, സ്വസ്ഥമായ അവസ്ഥയുണ്ടോ, ശാന്തമായ അവസ്ഥയുണ്ടോ,
എപ്പോഴും മുഖപ്രസാദത്തോടുകൂടി, എപ്പോഴും ചിത്തം ആനന്ദത്തോടുകൂടി സന്തോഷമായ ഒരു സ്ഥിതി ഒന്നിനെയും അപേക്ഷിക്കാതെ തന്നിൽ താനായിരിക്കുന്നുണ്ടോ, അതിനെയാണ് ഇവിടെ യോഗം എന്ന് പറഞ്ഞത്. എവിടെ ഏതവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവനാണോ, ആ അവസ്ഥയ്ക്കനുസരിച്ച് മാറാതെ തൻ്റെ സ്വരൂപത്തിൽ നിന്ന് വ്യതിചലിക്കാത്തത്. സാധാരണ ലൗകികരെന്താ ചെയ്യുക? തൻ്റെ സ്വരൂപബോധം ഇല്ലാത്തത് കൊണ്ട് വ്യത്യസ്ത അവസ്ഥകളോടും അവയുടെ അനുഭവങ്ങളോടും താതാത്മ്യപ്പെട്ട് ഇത് സുഖമാണല്ലോ എന്ന് വിചാരിച്ച് കഴിയുകയാണ് ചെയ്യുന്നത്. എന്നാൽ അത് വിട്ടു പോകുമ്പോൾ ദുഃഖമാവുന്നുണ്ട്, അത് ആലോചിക്കുന്നില്ല. എന്നാൽ പരമമായ ഈ യോഗസ്ഥിതിയെ അനുഭവിച്ച വിജ്ഞാനിയാവട്ടെ, ആത്മജ്ഞാനിയാവട്ടെ, അയാൾ തന്നിലാണ് കഴിയുന്നത്, സ്വസ്ഥനാണ് അയാൾ, പരസ്ഥനല്ല. ആ സ്വരൂപസ്ഥിതിയിൽ നിന്ന് അയാൾക്കൊരിക്കലും ഒരു പ്രകാരത്തിലും അതിൽക്ക് വ്യതിചലനം വരുന്നില്ല. അയാൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏകാന്തതയാണ്. അപ്പൊ ആത്മസ്വരൂപത്തിൽ ഉറച്ചു നിലകൊള്ളുന്ന സ്ഥിതിയിൽ നിന്ന് അല്പവും വ്യതിചലനം യാതൊരവസ്ഥയിലാണോ ഉണ്ടാകാത്തത്, അതിനെയാണ് ഇവിടെ യോഗ ശബ്ദത്താൽ പറഞ്ഞത്. അപ്പൊ ലൗകികനെ സംബന്ധിച്ച് ഏതെങ്കിലും കളിപ്പാട്ടങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ, കുട്ടികൾ കളിപ്പാട്ടം കിട്ടുമ്പോൾ കുറച്ചു നേരത്തേക്ക് സന്തോഷിക്കുമല്ലോ, ഇതുപോലെ ആ കളിപ്പാട്ടങ്ങളുടെ അപേക്ഷയിൽ അവർക്ക് സന്തോഷവും സന്താപമൊക്കെ ഉണ്ടാവും. ആട്ടവും കഴിഞ്ഞമ്മതൻ മടി തട്ടിലേക്കെന്നു വീഴുഞ്ഞാൻ. ഈ കളിപ്പാട്ടങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ആത്മജ്ഞാനത്തിൻ്റെ തിരിച്ചറിവിലൂടെ ഇതുവരെ ഇത് നല്ലതാണ്, ഇത് കിട്ടിയ സുഖമാവും, അത് കിട്ടിയ സുഖമാവും എന്ന് വിചാരിച്ച് സുഖപ്രദമെന്ന് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കളുടെ നേട്ടത്തിൽ സന്തോഷിച്ചിരുന്ന താൻ, വിപരീത സാഹചര്യം സന്താപം ഉണ്ടായിരുന്ന ആള്, ഇന്ന് യാതൊരു ഭൗതികമായ വസ്തുപ്രാപ്തിയിലും തന്നെ അയാൾക്ക് ആനന്ദമുണ്ടാവുന്നില്ല. ഓരോരോ വസ്തുവിനെ ലഭിക്കുമ്പോഴും ആഗ്രഹം കൂടുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ ലോകത്തിലെ വിഷയമല്ല, പരലോകത്തിലെ വിഷയം സങ്കല്പിച്ചാലും അത് ദുഃഖപ്രദമാണ്. അപ്പോൾ ഏത് വസ്തുവിനെയും സ്ഥാനത്തെയും ലഭിച്ചാൽ, ഈ സ്ഥാനത്ത് ലഭിച്ചാലും, എത്ര ഉയർന്ന സ്ഥാനം ലഭിച്ചാലും, ആര് പുകഴ്ത്തിയാലും ആര് നിന്ദിച്ചാലും അയാൾക്ക് ഒന്നും വരാനില്ല, ഒന്നും നേടാനുമില്ല, ഒന്നും നഷ്ടപ്പെടാനുമില്ല. അതുകൊണ്ട് പരമമായ ആത്മസ്വരൂപ ലാഭത്തിൽ പിന്നെ മറ്റൊരാഗ്രഹവും ശേഷിക്കുന്നില്ല. തൻ്റെ ആ പൂർണ്ണാത്മബോധ സാക്ഷാത്കാരത്തിൽ തൃപ്തനും പൂർണ്ണനും ആനന്ദിയുമായി തീരുന്നു. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ആത്മലാഭാത് പരോലാഭോ നാസ്തീതി കവയോ വിദുഹു. ആത്മലാഭത്തേക്കാൾ വലിയ ലാഭം മറ്റൊന്നില്ലെന്ന് വിദ്വാൻമാർ അറിയുന്നു. ഇത് സുരേശ്വരാചാര്യരും പറഞ്ഞിട്ടുണ്ട്. സ്വരൂപലാഭത്തിൽ പരമമായി മറ്റൊന്നും തന്നെയില്ല. ഈ ഒരു സ്ഥിതിയെയാണ് ഇവിടെ അതിനേക്കാൾ പരമമായി മറ്റൊരു ലാഭമില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ യാതൊരവസ്ഥയിൽ ഉറച്ചാലാണോ വർദ്ധിച്ച ദുഃഖത്താലും വ്യതിചലിക്കപ്പെടാത്തത്, എന്തെങ്കിലും ചെറിയ ദുഃഖ സാഹചര്യം വന്നു ചേർന്നാൽ അന്ധഃകരണത്തിൻ്റെ സമത നഷ്ടപ്പെടുന്നത്, അതിൽ നിന്നുള്ള മോചനം അത് സ്വരൂപ പ്രതിഷ്ഠയാണ്. അങ്ങനെയുള്ള ആ വർദ്ധിച്ച ദുഃഖത്താൽ പോലും വ്യതിചലിക്കപ്പെടാത്ത, ഇവിടെ ആചാര്യസ്വാമികൾ പറയാണ്, ശസ്ത്രപാതാദി ലക്ഷണമായ വലിയ ദുഃഖത്താൽ പോലും, ആയുധം കൊണ്ട് ഒരാൾ വെട്ടി മുറിവേൽപ്പിച്ചു, അതിൽ പോലും ദുഃഖിക്കാത്ത, വിചലിക്കപ്പെടാത്ത സ്ഥിതി, ഈ സ്വരൂപസ്ഥിതനായ ആൾ, ഇങ്ങനെയുള്ള നിഷ്ഠയെയാണ് യോഗം എന്ന് പറയുന്നത്.
അപ്പോൾ ഏതൊന്നിനെ ലഭിച്ചാലാണോ മറ്റൊരു ലാഭത്തെയും അധികമായി മാനിക്കാത്തത്, എപ്പോഴാണോ വലിയ ദുഃഖത്താൽ പോലും വ്യതിചലിക്കപ്പെടാതെ സ്വരൂപസ്ഥിതിയിൽ കഴിയുന്നത്, ഇങ്ങനെയുള്ള ആ വിജ്ഞാനിയുടെ സ്ഥിതിയെ വിശേഷിപ്പിക്കുന്നതിലൂടെ ഈ ഒരു പരമമായ ലക്ഷ്യത്തെ നേടാൻ മനുഷ്യജന്മം കിട്ടിയ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കൂ എന്ന് ഉപദേശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ പറയപ്പെട്ട എല്ലാ ലക്ഷണങ്ങളും ദുഃഖ സംയോഗ വിയോഗമാണ് യോഗം എന്നതിന് ഉറപ്പിക്കുകയാണ്. ദുഃഖത്തിൽ നിന്നുള്ള മോചനം. അപ്പൊ ചോദ്യം വരും, ദുഃഖം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ യോഗിക്കുണ്ടാവില്ലേ? ഉണ്ടാവും, മറ്റുള്ളവരെക്കാൾ ഉണ്ടാവും. കാരണം അയാൾക്ക് മറ്റുള്ളവരെക്കാൾ ലോകത്തെ സ്നേഹിക്കാൻ കഴിയുന്നത് കൊണ്ട് മറ്റുള്ളവരെക്കാൾ ദുഃഖവും അയാൾക്കുണ്ടാകാം, ദുഃഖ സാഹചര്യം ഉണ്ടാവാം, ദുഃഖമല്ല. അപ്പൊ എത്രയ്ക്കെത്ര സാഹചര്യങ്ങൾ വന്നാലും തൻ്റെ ആത്മീയമായ അറിവും ഈ നശ്വരമായിരിക്കുന്ന ഇന്ദ്രിയ സുഖങ്ങൾ നശ്വരമാണെന്നുള്ള ബോധവും ദൃഢമായിരിക്കുന്ന ആ യോഗിയിൽ ആനന്ദ സ്വരൂപമാണ് താൻ എന്നുള്ള ദൃഢബോധത്തിൽ അയാളെ ഒരു ദുഃഖവും ബാധിക്കുന്നില്ല. താൽക്കാലികമായിട്ടൊക്കെ ബാധിച്ചു എന്ന് വരും, ഒരു മിന്നൽ പിണറ് പോലെ. അപ്പൊ പരമമായ സ്വരൂപസ്ഥിതി തന്നെയാണ് യോഗം. ഈ ഒരു യോഗം, അതിന് പേര് തന്നെയാണ് ജീവൻ മുക്തി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എത്ര വലിയ ദുഃഖങ്ങൾ വന്നാലും അതിനാലൊന്നും ബാധിക്കപ്പെടാത്ത അതിനെ പ്രാപിക്കുന്ന പരമമായ യോഗത്തെ പ്രാപിക്കുന്നതിനായി ചെയ്യുന്ന അനുഷ്ഠാന മാർഗങ്ങളെയും ഇവിടെ ഉപചാരപൂർവം യോഗം എന്ന് വിളിക്കാറുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് നിത്യവും ധ്യാനയോഗം അനുഷ്ഠിച്ചാലും ഈ ബോധം വേണം. ഇതിലൂടെ മാത്രമേ തനിക്ക് ദുഃഖ നിവൃത്തി സാധിക്കൂ. അതുകൊണ്ട് ഇപ്പോൾ മനസ്സിന് വിഷയാഭിമുഖ്യം ഒട്ടുമില്ലാതാകുമ്പോൾ ഉളവാകുന്ന ആനന്ദം, അതിനെയാണ് ബ്രഹ്മസായുജ്യം എന്നൊക്കെ പറയുന്നത്. അത് തന്നിൽ നിന്ന് അന്യമല്ല എന്നാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പം ഇന്ദ്രിയ മനോബുദ്ധികളെ അതിക്രമിച്ച് മാത്രമേ അത് അനുഭവപ്പെടുകയുള്ളൂ. എത്ര കാലത്തോളം ഇന്ദ്രിയ വിഷയങ്ങളിൽ തൽപരതയോടുകൂടി ഓടുന്നുവോ അത്ര കാലത്തോളം അത് അതീന്ദ്രിയം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. ഇവിടെ പറഞ്ഞത് അതീന്ദ്രിയം എന്നാണ്, അതീന്ദ്രിയമായ ആനന്ദം. അപ്പൊ നശിക്കാത്ത ബ്രഹ്മാനന്ദം കിട്ടിയെന്ന് കരുതുക. എന്നാലും ലൗകികങ്ങളായവരെ പോലെ ലൗകിക നേട്ടങ്ങൾക്കായി അവർ സ്വാർത്ഥ താല്പര്യത്തിനനുസരിച്ച് പരക്കം പായില്ലേ? ഇല്ല. അവര് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന പ്രവർത്തികൾ ചെയ്തേക്കാം, പക്ഷെ തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അയാൾ ഒന്നും നേടില്ല. കാരണം അയാൾക്കൊന്നും നേടാനില്ല, ബാഹ്യമായതിൽ നിന്ന് ഒന്നും നേടാനില്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ബ്രഹ്മാനുഭൂതി തന്നെയാണ് അയാളുടെ പരമമായ നേട്ടം, അത് അതീന്ദ്രിയവുമാണ്. ജീവിതത്തിൽ അതിന് പലതരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടല്ലോ നമ്മൾ പലരും. രോഗം, ദാരിദ്ര്യം, പട്ടിണി, വിയോഗം, ഈ തുടങ്ങിയ ദുഃഖങ്ങളൊക്കെ യോഗിയെയും ബാധിക്കില്ലേ? ഇല്ല. എത്ര കഠിനമായ ദുഃഖത്തിലും ഈ ബ്രഹ്മാനുഭൂതിയിൽ അമർന്ന യോഗിയെ ദുഃഖിപ്പിക്കാനാവില്ല. അപ്പൊ ആത്മസാക്ഷാത്കാരജന്യമായ പരമാനന്ദം അതീന്ദ്രിയമായി അനുഭവിക്കുന്ന ആ വിശുദ്ധമായ ബുദ്ധിക്ക് അതറിയാൻ സാധിക്കും. ഈ പരമപദത്തിലെത്തിയാൽ പിന്നെ അയാൾക്ക് വീഴ്ചയില്ല, അയാൾക്ക് പതനമില്ല, അതിനുപരി അയാൾക്കൊന്നും നേടാനുമില്ല. എത്ര കടുത്ത ദുഃഖത്തിനും ആ അനുഭൂതിയെ ഇളക്കാനുമാവില്ല. അതാണ് വിവേകികളായ മനുഷ്യന്മാർ മുഴുവൻ സാക്ഷാത്കരിക്കേണ്ട പരമസത്യം. ഈ ജീവിത ലക്ഷ്യത്തെ ലക്ഷീകരിച്ചുകൊണ്ട് മാർഗതലത്തിൽ ആത്മസാക്ഷാത്കാരത്തിനുള്ള ആ പ്രയത്നം ചെയ്താലും, അല്ലാതെ
ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രയത്നം എന്ന് പേര് പറഞ്ഞുകൊണ്ട് അവിടെയും പരിമിതങ്ങളായ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി അത് വർദ്ധിപ്പിക്കാനായിക്കൊണ്ടുള്ള പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നിർത്തൂ. ആത്മസാക്ഷാത്കാരത്തിനായി പരിശ്രമിക്കൂ. അതിനാണ് പ്രാഥമികമായ എല്ലാ അനുഷ്ഠാനങ്ങളും. അപ്പൊ ദുഃഖ സംയോഗത്തിൽ നിന്നുള്ള വിയോഗമാണ് യോഗം. എത്ര ഗംഭീരമായ ഒരു നിർവചനമാണത് എന്ന് പറയുന്നു. ഉറപ്പിച്ച് പറയാ ഭഗവാൻ, ദുഃഖ സംയോഗത്തിൽ നിന്നുള്ള വിയോഗമാണ് യോഗം. ഇതാണ് ഇവിടുത്തെ പ്രത്യേകമായ യോഗ ശബ്ദത്തിൻ്റെ നിർവചനം. ഇതിലും അപ്പുറത്ത് ഇനിയൊന്നും പറയാനില്ല. യോഗ ശബ്ദത്തിന് നിർവചനം പറയാനില്ല. സർവ ദുഃഖങ്ങളിൽ നിന്നുള്ള എവിടെ കൂടിച്ചേർച്ചയുണ്ടോ അവിടെ വേർപിരിയലുണ്ട്. എവിടെ സ്വന്തമാണെന്ന് വിചാരിച്ചോ അത് വിട്ടുപോകും. അപ്പം എവിടെ സംയോഗമുണ്ടോ അത് വിയോഗമുണ്ട്. അപ്പോൾ വിയോഗമില്ലാത്ത സംയോഗമില്ല. അപ്പം ദുഃഖത്തിൽ നിന്നുള്ള സംയോഗത്തിൽ നിന്നുള്ള വിടുതൽ, വിയോഗം ആണ് യോഗം. എന്ത് നമ്മൾ കൂട്ടിപ്പിടിച്ചുവോ അത് മുഴുവൻ വിട്ടുപോകും. അത് ദുഃഖകാരനാവും. പക്ഷെ തന്നിൽ തന്നെ താൻ സാക്ഷാത്കരിച്ചാൽ, ധ്യാനത്തിലൂടെ അത് നേടിയാൽ അയാൾക്ക് പിന്നെ ദുഃഖമില്ല. ഇത് ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ദുഃഖനിവൃത്തി വേണോ? ഇന്ദ്രിയ മനോബുദ്ധികളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് വേർപെടുത്തണം. അച്ഛൻ മകളെ കൈപിടിച്ച് കൊടുക്കുമ്പോൾ ഇപ്പുറത്തെ കൈ വിടണം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചാൽ അത് അപകടമാണ്. അപ്പോൾ ഒന്ന് ചേരുമ്പോൾ മറ്റൊന്ന് വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ അത് ദുഃഖത്തിന് വന്നു ചേരും. അതുകൊണ്ട് ഏതൊന്നും വിടും എന്നുള്ളത്, ഏതൊന്ന് വന്നു ചേർന്നോ അത് വിട്ടുപോകുമെന്നുള്ള അറിവ് ഉള്ള ഒരാൾ, സംയോഗം വിയോഗമില്ലാത്ത സംയോഗമില്ലെന്നുള്ള തിരിച്ചറിവിലൂടെ ഈ ബാഹ്യമായ സർവ സംയോഗങ്ങളും അതിൽ നിന്നുള്ള വിയോഗം, അതാണ് യോഗം. അതിന് ഈ ദുഃഖപ്രദമായ സംയോഗങ്ങളായ വിഷയങ്ങളെ വിടുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. തീച്ചൂളയ്ക്ക് അടുത്ത് നിൽക്കുമ്പോൾ ചൂടേൽക്കാതിരിക്കില്ല. അതിന് ആശ്വാസം കിട്ടാൻ എന്ത് വേണം? തണലിലേക്ക് മാറി നിൽക്കണം. അങ്ങനെ ദൃഢനിശ്ചയത്തോടെ ഈ ഭഗവാൻ പറഞ്ഞ ആഹ്വാനത്തെ ഉറച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഉത്സാഹപൂർവം ധ്യാനയോഗത്തിനായിക്കൊണ്ട് പ്രയത്നിക്കണമെന്ന് നിഷ്കർഷിക്കുന്നു. ബുദ്ധിക്ക് നല്ല ഉറപ്പും മനസ്സിന് നല്ല ഉന്മേഷവും ഉണ്ടെങ്കിലേ അത് സാധിക്കും. അങ്ങനെ അസത്വസ്തുക്കളിൽ നിന്ന് അകന്ന് സദ്വസ്തുവിൽ ചേർന്ന് നിൽക്കാനുള്ള പ്രയത്നം ധ്യാനം നമുക്ക് അരുളുന്നു. അതുകൊണ്ട് നിത്യവും ധ്യാനമാർഗത്തിൽ ചരിച്ചാലും ഈ ധ്യാനാഭ്യാസത്തിൽ എപ്പോൾ കുറവ് വരുന്നുവോ അപ്പോൾ നമ്മൾ ദുഃഖിക്കും. അതുകൊണ്ട് ധ്യാനത്തിലൂടെ ഈ പരമമായ തലത്തിലേക്ക് ഉയരൂ എന്നാണ് ഉപദേശം. ഇനി ആ ധ്യാനാഭ്യാസത്തിന് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുകയാണ് അടുത്ത 2 ശ്ലോകങ്ങളിലൂടെ ചെയ്യുന്നത്.